കാലം മാറുന്നതിനനുസരിച്ച് തങ്ങളുടെ ബിസിനസ്സിലും പ്രൊഡക്റ്റിലും മാറ്റം വരുത്താതെ പൂട്ടിപ്പോയ പല കമ്പനികളെയും പറ്റി നമുക്കറിയാം. ഒരു കാലത്ത് പ്രതാപത്തിന്റെ കൊടുമുടിയിൽ എത്തിയിട്ടും അടച്ചുപൂട്ടലിന്റെ വക്കിലോട്ട് തെന്നി വീണ് പിന്നീട് ഈ പ്രതിസന്ധികളെല്ലാം നേരിട്ട് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു ഇന്ത്യൻ കമ്പനിയാണ് ബജാജ് ഓട്ടോ ലിമിറ്റഡ്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ജംനാലാൽ കനിറാം ബജാജ് സ്ഥാപിച്ച ഒരു കമ്പനിയാണ് ബജരാജ് ട്രേഡിംഗ് കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ നാട് നേരിട്ടിരുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു ചെറിയ യാത്രകൾക്ക് ഒരു വാഹനമില്ല എന്നുള്ളത്. അന്ന് ഇന്ത്യൻ നഗരങ്ങളിൽ കൂടുതലായി ഉണ്ടായിരുന്നത് സൈക്കിൾ റിക്ഷകളും കാളവണ്ടികളുമായിരുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനൊരു പരിഹാരം തേടിയപ്പോഴാണ് ഇറ്റലിയിലുള്ള 3 വീലർ റിക്ഷകൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് ഇറ്റലിയിൽ ഈ 3 വീലറുകൾ നിർമ്മിച്ചിരുന്നത് പിയാജോ എന്നൊരു കമ്പനിയായിരുന്നു. ഒടുവിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇറ്റലിയിൽ നിന്നും 2 വീലറും 3 വീലറും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള അനുമതി ബജരാജ് ട്രേഡിംഗ് കമ്പനിക്ക് നൽകി. അന്ന് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഈ വാഹനങ്ങൾ ചൂടപ്പം പോലെ വിറ്റുപോയി. പിന്നീട് 1959 ഒക്കെ ആയപ്പോഴേക്കും ബജരാജ് ട്രേഡിംഗ് കമ്പനി വാഹനങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് ഈ വാഹനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചുകൂടാ എന്ന് ചിന്തിച്ചു തുടങ്ങി. ഇതിനെ തുടർന്ന് ഈ വാഹനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ ബജരാജ് ട്രേഡിംഗ് കമ്പനിക്ക് ഇന്ത്യൻ ഗവൺമെന്റ് അനുമതി നൽകി. അങ്ങനെ ഇറ്റലിയിലുള്ള പിയാജോ കമ്പനിയോടും ചേർന്ന് ബജരാജ് ട്രേഡിംഗ് കമ്പനി ഇന്ത്യയിൽ വെസ്പ സ്കൂട്ടറുകൾ, ഓട്ടോറിക്ഷ എന്നിവ നിർമ്മിച്ചു തുടങ്ങി. ഈ വാഹനങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ബജരാജ് ട്രേഡിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനി ബജാജ് ഓട്ടോ ലിമിറ്റഡ് എന്ന പുനർനാമം അവർ നൽകി. അങ്ങനെ 3 വീലർ മാനുഫാക്ചറിംഗിൽ ഒരു രാജാവായി ഇന്ത്യയിൽ ബജാജ് ഓട്ടോ ലിമിറ്റഡ് മാറി. ഇന്ത്യയിലെ 2 വീലർ മാർക്കറ്റിനെ പിടിച്ചുലച്ചുകൊണ്ട് ബജാജ് ഒരു 2 വീലർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറക്കി വിട്ടു. हमारा कल हमारा आज, हमारा कल हमारा आज, बुलंद भारत की बुलंद तस्वीर, हमारा बजाज बुलंद भारत की बुलंद तस्वीर, हमारा बजाज. ആ കാലത്ത് തരംഗമായിരുന്ന ബജാജ് ചേതക് അന്ന് ബജാജ് തന്നെ നിർമ്മിച്ചിരുന്ന വെസ്പയ സ്കൂട്ടറുകളുടെ ഒരു മോഡിഫൈഡ് വേർഷനായിരുന്നു. അന്ന് ഇറങ്ങിയിരുന്ന പല സിനിമകളും ശ്രദ്ധിച്ചാൽ നായകൻ നായികയുമായി ചേതക് സ്കൂട്ടറിൽ വന്നിറങ്ങുന്ന ഒരു സീൻ നമുക്ക് കാണാൻ സാധിക്കും. അന്നത്തെ യുവാക്കളുടെ ഇടയിൽ അത്രയ്ക്ക് തരംഗമാണ് ഈ സ്കൂട്ടർ ഉണ്ടാക്കിയത്. അന്ന് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ലൈസൻസ് രാജ് മൂലം ബജാജിന് ഒരു വർഷം വെറും 20,000 സ്കൂട്ടറുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിക്കാനുള്ള അനുമതിയാണ് ഇന്ത്യൻ ഗവൺമെൻറ് നൽകിയത്. അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സിന് 1 കൊല്ലം മുതൽ 10 കൊല്ലം വരെ ഈ വാഹനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. 1970-80 കാലഘട്ടത്തിൽ 4 വീലറുകളിൽ അംബാസഡർ കാർ എന്ന പോലെ 2 വീലറുകളിൽ ബജാജ് ചേതക് ഒരു സ്റ്റാറ്റസിന്റെ സിംബലായി മാറി. ആയിരത്തി 1980 ആയപ്പോഴേക്കും ബജാജ് സ്കൂട്ടർ മാനുഫാക്ചറിൽ ലോകത്തിൽ തന്നെ ഒന്നാമതായിട്ടുള്ള ഒരു കമ്പനിയായി മാറി. 1991 ഇന്ത്യൻ ഗവൺമെൻറ് ലിബറലൈസേഷൻ പോളിസി കൊണ്ടുവന്നതോടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വിദേശ കമ്പനികൾ ഇന്ത്യൻ കമ്പനിയുമായി ജോയിൻറ്റ് വെഞ്ചറിലൂടെ മോട്ടോർ സൈക്കിളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുവരെ സ്കൂട്ടറുകൾക്ക് വൻ മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മോട്ടോർ സൈക്കിൾ വന്നപ്പോഴേക്കും സ്കൂട്ടറിനേക്കാൾ കൂടുതൽ മൈലേജും പവറുമുള്ള മോട്ടോർ സൈക്കിളുകൾ കസ്റ്റമേഴ്സ് വാങ്ങി തുടങ്ങി. അങ്ങനെ ഒരു കാലത്തെ യുവാക്കൾക്ക് ഹരമായിരുന്ന ചേതക് സ്കൂട്ടറുകളെ ആർക്കും വേണ്ടാതെയായി. മാറുന്ന കസ്റ്റമേഴ്സിൻ്റെ അഭിരുചിക്കനുസരിച്ച് തങ്ങളുടെ പ്രൊഡക്റ്റിൽ മാറ്റം വരുത്തിയ കമ്പനികൾ മാത്രമാണ് എന്നും വിജയത്തിലെത്തിയിട്ടുള്ളൂ. അങ്ങനെ ബജാജും അവരുടെ പ്രൊഡക്റ്റിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചു. ബജാജ് ജാപ്പനീസ് കമ്പനിയായ കവാസാക്കിയോട് ചേർന്ന് മോട്ടോർ സൈക്കിളുകൾ വിപണിയിൽ എത്തിച്ചു. അന്ന് ബജാജ് ഇറക്കിയ പല മോട്ടോർ സൈക്കിളുകളും ഇന്നും യുവാക്കൾക്ക് ഹരമാണ്. അവയിൽ ചിലതാണ് ബജാജ് ബോക്സർ, KB100, ഫോറസ്റ്റ് ചാമ്പ്യൻ, കാലിബർ തുടങ്ങിയവ. ഈ ബജാജ് കാലിബറിന്റെ പരസ്യം 90 കിഡ്സിന്റെ നൊസ്റ്റാൾജിയയിൽ ഇടം പഠിച്ചിട്ടുള്ള BHP. Top speed 100 kilometers per hour.
ഈ വാഹനങ്ങളെല്ലാം ഇന്ത്യൻ മാർക്കറ്റിൽ സക്സസ് ആയതോടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു മേൽക്കൈ നേടാൻ ബജാജിന് സാധിച്ചു. ഏതൊരു കമ്പനിയും തങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ആ കമ്പനിക്കുള്ള ഒരു യുണീക്ക് പ്രൊഡക്റ്റാണ്. ഒരു കാലത്ത് ബജാജിൻ്റെ യുണീക്ക് പ്രൊഡക്റ്റ് ആയിരുന്നു അവരുടെ ചേതക് സ്കൂട്ടറുകൾ. എന്നാൽ ഇന്ന് അതിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ആ കാലത്താണ് അന്നത്തെ കമ്പനിയുടെ ചെയർമാനായിരുന്ന രാഹുൽ ബജാജിൻ്റെ മക്കളായിട്ടുള്ള രാജീവ് ബജാജും സഞ്ജീവ് ബജാജും കമ്പനിയിൽ ജോയിൻ ചെയ്തത്. തങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ മുന്നിലെത്താൻ അവരുടെ ഒപ്പമോ അവരുടെ പിന്നിലോ ഓടിയിട്ട് കാര്യമില്ല. കമ്പനിയെ അടുത്ത ലെവലിലോട്ട് എത്തിക്കാൻ അവരുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ മുന്നിൽ തന്നെ ഓടണം. അതിനായി കോമ്പറ്റീറ്റേഴ്സിനെ നിലംപരിശാക്കാൻ ഒരു യുണീക്ക് പ്രൊഡക്റ്റ് വേണം. അങ്ങനെ ഈ രണ്ട് സഹോദരന്മാരും മാർക്കറ്റിലെ ഒരു വലിയ ഗ്യാപ്പ് കണ്ടുപിടിച്ചു. 90കളുടെ അവസാനത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ രണ്ട് തരം ബൈക്കുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് 80cc മുതൽ 125cc വരെയുള്ള എൻട്രി ബൈക്കുകൾ. രണ്ടാമത് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത് 350cc ഒക്കെയുള്ള പവർഫുൾ ബൈക്കുകൾ. 125cc-ക്കും 350cc-ക്കും നടുവിൽ നിൽക്കുന്ന ഇന്ത്യൻ യുവത്വങ്ങളെ ത്രസിപ്പിക്കുന്ന ഒരു ബൈക്ക് ഉണ്ടാക്കാൻ അങ്ങനെ ബജാജ് തീരുമാനിച്ചു. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ കമ്പനിയുടെ ബോർഡ് അംഗങ്ങളിൽ നിന്നും R&D ടീമിൽ നിന്നും കടുത്ത എതിർപ്പാണ് രണ്ട് സഹോദരന്മാരും നേരിട്ടത്. എന്നാൽ രണ്ട് സഹോദരന്മാരും പിന്നോട്ട് പോകാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ ഈ പുതിയ മോട്ടോർ സൈക്കിളിനായി പൂനെക്കടുത്ത് അവർ പുതിയൊരു പ്ലാന്റ് പണിതു. യുവാക്കളെ ഈ പ്ലാന്റിലോട്ട് റിക്രൂട്ട് ചെയ്തു. കൂടാതെ ടോക്കിയോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു R&D ഫേമുമായി കൊളാബറേറ്റ് ചെയ്ത് അന്ന് ലോകത്തിലെ തന്നെ സൂപ്പർ ബൈക്കുകൾ ഡിസൈൻ ചെയ്ത ഗ്ലിൻ കെറും അന്നത്തെ ബജാജിൻ്റെ ചീഫ് ഡിസൈനറായിരുന്ന മലയാളിയായിട്ടുള്ള എബ്രഹാം ജോസഫിൻ്റെ നേതൃത്വത്തിൽ അവർ ഈ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. നവംബർ 2001 ബജാജ് ഇന്ത്യയിലെ മോട്ടോർ ബൈക്ക് ഇൻഡസ്ട്രിയെ പിടിച്ചു കുലുക്കിക്കൊണ്ട് അവരുടെ കോമ്പറ്റീറ്റേഴ്സിന് ഇടയിലേക്ക് തങ്ങളുടെ ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു. cc, 15 bhp, solid muscular styling. Bajaj Pulsar. Definitely male. ആ സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായിരുന്ന ബൈക്കുകൾക്ക് 7 മുതൽ 10 ഹോഴ്സ് പവർ ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ പൾസറാകട്ടെ സെഗ്മെൻറ്റിൽ തന്നെ ആദ്യമായി 15 bhp ആയിട്ടാണ് വന്നത്. ഇന്ത്യൻ യുവത്വത്തിന് അവരുടെ കയ്യിൽ ഒതുങ്ങാവുന്ന പൈസയ്ക്ക് ഇന്ത്യൻ നിരത്തുകൾക്ക് അനുയോജ്യമായ ഒരു വാഹനം ലഭിച്ചപ്പോൾ അവർ അതൊരു ആഘോഷമാക്കുകയും ചെയ്തു. 2007 പൾസർ 220 മാർക്കറ്റിൽ എത്തിച്ചുകൊണ്ടാണ് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കോമ്പറ്റീറ്റേഴ്സിനെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് പൾസർ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ മുന്നിലെത്തിയത്. പൾസറിൻ്റെ ഉജ്ജ്വല വിജയത്തിന് ശേഷം ബജാജ് സാധാരണക്കാരനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വാഹനങ്ങൾ വിപണിയിൽ എത്തിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ബജാജ് ഡിസ്കവറും പ്ലാറ്റിനയും ഇന്ത്യൻ വിപണിയിലെത്തിയത്. 2006 എക്സ്-ഷോറൂം പ്രൈസിൽ വെറും 35,000 രൂപയ്ക്കാണ് പ്ലാറ്റിന മാർക്കറ്റിൽ അവതരിപ്പിച്ചത്. അന്ന് ലോഞ്ച് ചെയ്ത് 8 മാസത്തിന് ശേഷം ഏതാണ്ട് 5 ലക്ഷം യൂണിറ്റ് പ്ലാറ്റിനാണ് ഇന്ത്യയിൽ വിറ്റുപോയത്. അങ്ങനെ മോട്ടോർ ബൈക്കിൻ്റെ എല്ലാ സെഗ്മെൻറ്റിലും ബൈക്കുകൾ അവതരിപ്പിച്ച ബജാജിന് പ്രീമിയം സെഗ്മെൻറ്റിൽ ഒരു ബൈക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 2007 രാജീവ് ബജാജ് ഓസ്ട്രേലിയൻ കമ്പനിയായ പൈറർ മൊബൈലിറ്റി AG-യുടെ 14.5% സ്റ്റേക്ക് നേടിയത്. ഇന്ന് ആ കമ്പനിയിൽ ബജാജിന് 49% സ്റ്റേക്കാണുള്ളത്. പൈറർ മൊബൈലിറ്റി AG പുറത്തിറക്കിയിരുന്ന ഒരു വാഹനമാണ് KTM. ഇന്ത്യയിലെ ബജാജിൻ്റെ പൂനെയിലുള്ള പ്ലാന്റിലാണ് KTM-ൻ്റെ ബൈക്കുകൾ മാനുഫാക്ചർ ചെയ്ത് ഏതാണ്ട് 80ഓളം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. KTM-ൽ ഇൻവെസ്റ്റ് ചെയ്തതോടെ ഇന്ന് ബജാജ് ലോകമെങ്ങും അവരുടെ പ്രസൻസ് അറിയിച്ചിരിക്കുകയാണ്. 2013 ബജാജുമായി ചേർന്ന് KTM അവരുടെ ആദ്യത്തെ ബൈക്കായ ഡ്യൂക്ക് ഇന്ത്യൻ മാർക്കറ്റിലെത്തിച്ചു. 2008 ബ്രിട്ടീഷ് കമ്പനിയായ ട്രയംഫിൽ ബജാജിന് 20% ഷെയറാണുള്ളത്. ഇതുകൊണ്ടാണ് ഓഗസ്റ്റ് 2017 എത്തിയ എഗ്രിമെൻറ്റിൽ ട്രയംഫ് ബൈക്കുകളുടെ ഇന്ത്യയിലെ മാനുഫാക്ചറിങ്ങും സെയിൽസും സർവീസും മാർക്കറ്റിങ്ങും എല്ലാം ചെയ്യുന്നത് ഇന്ന് ബജാജാണ്. ബൈക്കിൻ്റെ ഡിസൈനും എഞ്ചിനീയറിങ്ങും മാത്രമാണ് ട്രയംഫ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ലോകത്ത് തന്നെ 3 വീലർ മാനുഫാക്ചറിൽ ഒന്നാമതാണ് ബജാജ്. 3 വീലർ സെഗ്മെൻറ്റിലെ പാസഞ്ചർ വെഹിക്കിളും കാർഗോ സെഗ്മെൻറ്റിലും മാർക്കറ്റ് ലീഡറാണ് ബജാജ്. ബജാജിൻ്റെ കീഴിൽ ഏതാണ്ട് 40ഓളം കമ്പനികളാണുള്ളത്.
ബജാജ് ഫിനാൻസ്, ബജാജ് ഇലക്ട്രിക്കൽസ് എന്നിവയെല്ലാം ഇവയിൽ ചിലതാണ്. മാറുന്ന കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കനുസരിച്ച് അവരുടെ പ്രൊഡക്റ്റിൽ മാറ്റം വരുത്തി ഇന്ത്യൻ മാർക്കറ്റിൽ സക്സസ് നേടിയ ഒരു കമ്പനിയാണ് ബജാജ്. അതുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയുടെ വളർച്ചയ്ക്കൊപ്പം ബജാജും കൂട്ടുനിൽക്കുന്നത്.